പ്രചാരണ തിരക്കിലാണ് നമ്മളുടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. ഇതാ പ്രചരണമൊക്കെ കഴിഞ്ഞ് ചൂട് വലിയ പ്രതിസന്ധി ആകുന്നുണ്ടോ? ചൂട് കുഴപ്പമില്ല, ഞങ്ങളൊക്കെ സ്ഥിരം വെയിൽ കൊള്ളുന്നവരാണല്ലോ. തെരഞ്ഞെടുപ്പ് ചൂടിലാകുന്ന ഒരു കുഴപ്പമില്ല അല്ലേ? അതെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം ചുരുങ്ങിയ സമയമായതുകൊണ്ട് ഈ കാലാവസ്ഥയുടെ പ്രോട്ടോകോൾ നോക്കാൻ കഴിയുന്നില്ല. എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അവര് ഈ സമയത്തൊക്കെ ഇലക്ഷൻ വർക്കിന് ഇറങ്ങുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ് അവർക്ക്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ എങ്ങനെയാണ് നമ്മുടെ ചായ്വ് വട്ടിയൂർക്കാവിൽ വലത്തോട്ട് തന്നെയാണോ? എന്താണ് വട്ടിയൂർക്കാവ് UDFിലേക്ക് തന്നെ എത്തണം, അതിൽ ഒരു സംശയമില്ല. എങ്ങനെയാണ് ആളുകളുടെ പ്രതികരണത്തിനൊന്നും കുഴപ്പമില്ല. വേറൊരു കാര്യം, നമുക്ക് കോൺഗ്രസിനൊരു UDF മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടോ? അങ്ങനെ ഒരാളുണ്ട്. ടീം UDF ആണ് മുന്നോട്ട് നീങ്ങുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിനെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. MLAമാരുടെ അഭിപ്രായം എടുക്കും. ജയിച്ചു വരുന്ന MLAമാരുടെ അഭിപ്രായം നോക്കിയാണ് തീരുമാനം എടുക്കുക. കാരണം ഞാൻ തെലങ്കാനയിൽ നിരീക്ഷകനായിരുന്നു. അവിടെ അന്ന് 67 MLAമാർ ജയിച്ചു വന്നതിൽ 47 പേര് രേവന്ത് റെഡ്ഡിയുടെ കൂടെയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് നേതാവായി തെരഞ്ഞെടുത്തത്. അതേ രീതിയിൽ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇപ്പോൾ PJ കുര്യൻ പറയുന്നു UDF അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തല ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത്. അത് ആഗ്രഹം പറയുന്നു. ഒപ്പം തന്നെ K സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയാൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹം പറയുന്നു. അപ്പൊ ഇങ്ങനെ കുറച്ച് നേതാക്കളൊക്കെ രമേശ് ചെന്നിത്തലയുടെ പേര് പറയുന്നു. പക്ഷെ MLAമാരുടെ ഭൂരിപക്ഷമാണ് പ്രധാന ഘടകം. MLAമാർ ആരുടെ പേര് പറയുന്നവരെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. ഇപ്പൊ ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ടീം UDF 100 സീറ്റ് നേടുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മുരളീധരനെയും ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഇതായി കാണാൻ പറ്റുമോ? എനിക്ക് ഒറ്റ ഡിമാൻഡേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വട്ടിയൂർക്കാവിൽ MLA തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് തരണം. അതിൽ ഞാൻ വിട്ടുവീഴ്ച നടത്തില്ല. അത് മാത്രമേ ആഗ്രഹമുള്ളൂ. ഈ പിന്നെ മന്ത്രിസ്ഥാനമൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ കാണുന്നത്. ഞാൻ 8 വയസ്സുള്ളപ്പോൾ തന്നെ മന്ത്രിമന്ദിരത്തിൽ താമസാക്കിയതാണ്. അതുകൊണ്ട് ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ നിയോജക മണ്ഡലത്തിന് ഞാൻ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഞാൻ മന്ത്രിയായിരുന്നില്ലല്ലോ. പക്ഷേ ഡെവലപ്മെന്റിന് വല്ല കുഴപ്പമുണ്ടായോ? ചൂണ്ടിക്കാണിക്കാനുള്ള വികസനങ്ങൾ നടന്നില്ലേ? കോടികളുടെ ഫ്ലക്സിലെ വികസനമല്ല, നേരിട്ടുള്ള വികസനം. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ബാക്കിയൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. ഇതൊന്ന് വട്ടിയൂർക്കാവിൽ നമ്മൾ വികസനം പറഞ്ഞു തന്നെയാണല്ലോ തുടങ്ങിയത്. വികസനം തന്നെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ കാലത്ത് UDFന്റെ കാലത്ത് നടപ്പാക്കിയ വികസനം തന്നെയാണ് ചർച്ച. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് വികസനം ചർച്ച. അപ്പുറത്ത് വലിയ ഡീലാരോപണങ്ങളാണ് നടക്കുന്നത്. അതുണ്ട്, ഡീലുണ്ടല്ലോ. ഇപ്പൊ BJPന്റെ A ക്ലാസ് മണ്ഡലത്തിന്റെ ലക്ഷണം കാണുന്നുണ്ടോ? എനിക്ക് ഇവിടെ വന്നപ്പോൾ A ക്ലാസ് മണ്ഡലം കോർപ്പറേഷനിലെ 1ാം സ്ഥാനം, ലോക്സഭയിൽ 1ാം സ്ഥാനം. പക്ഷെ ഇവിടെ വരാനൊക്കില്ല. അപ്പോൾ അതിന്റെ അർത്ഥം ഇവിടെ എന്തോ ഡീലുണ്ട്. ചില കൗൺസിലർമാർ, ഇനി പേര് പറയണമെങ്കിൽ ഞാൻ പിന്നീട് പറയാം, ഇപ്പൊ ഞാൻ ആരെയും പേര് പറയുന്നില്ല. ശ്രീരേഖയ്ക്ക് വേണ്ടി ചുമരെഴുതുമ്പോൾ മുമ്പിൽ വന്ന് നിൽക്കും. രാത്രി പറയുന്നത് പ്രശാന്തിന് വോട്ട് ചെയ്യണമെന്ന്. പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല. ഇവിടെ എന്താണെങ്കിലും ആ ഡീല് നടക്കില്ല. പിന്നെ അതിനൊരു പ്രത്യുപകാരം LDF ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥി വന്നു. അദ്ദേഹം കലാരംഗത്തൊക്കെ മിടുക്കാനായിരിക്കാം, പക്ഷെ രാഷ്ട്രീയ രംഗത്ത് അതില്ല. ഇടതുപക്ഷ ചായ്വുണ്ട്, ശരിയാണ്. പക്ഷെ അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് ഒരു സിനിമ ഫീൽഡിൽ നിന്ന് വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. പറയുമ്പോൾ ഒരുപാട് നേതാക്കന്മാർ ഈ ജില്ലയിൽ CPMനുണ്ട്. M വിജയകുമാറുണ്ട്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ ചാർജുള്ള റഹീമുണ്ട്. എത്രയോ അവിടുത്തെ കൗൺസിലർമാരുണ്ട്. ദീപക് ഉണ്ട്, ശ്രീകുമാറുണ്ട്. ശ്രീകുമാറൊക്കെ പഴയ മേയറാണ്. ഇത്രയും പേരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് എങ്ങനെയാണ് ഒരു സിനിമാ നടനെ കൊണ്ട് നിർത്തിയത്? ഇപ്പോൾ അവിടെ എന്തു പറ്റി? മത്സരം UDFും NDAയും തമ്മിലാണ്. ഇപ്പോൾ അവിടെ LDF 3ാം സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞു. ഇതൊക്കെ ഒരു ഡീലാണ്. ഒരു ചോദ്യമാണ് LDF പാലക്കാട് കുറിച്ചും ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലത്തിലൊരു സിനിമാ താരത്തെ കൊണ്ടുവയ്ക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. മുമ്പ് തന്നെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്. പരസ്യമായിട്ട് കോൺഗ്രസ് വേദികൾ വരുന്ന ആളാണ്. സാധാരണ ഈ കലാകാരന്മാരൊക്കെ ഇടതുപക്ഷക്കാരാന്നൊരു ധാരണയുണ്ട്. രമേശ് പിഷാരടി തുടക്കം മുതൽക്ക് കോൺഗ്രസ്സുകാരനാണ്. അപ്പം അങ്ങനെ പാർട്ടിയോട് കൂറുള്ള ഒരു കലാകാരനെ ഞങ്ങൾ നിർത്തി. ഈ കലാകാരന്മാരെ നിർത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ജനങ്ങളുമായിട്ട് ബന്ധമുള്ള കലാകാരനാണെന്ന് ശ്രദ്ധിക്കണം. ചില കലാകാരന്മാരെ ലോക്സഭയിലേക്ക് അയച്ചിട്ട് കണ്ടില്ലേ? അവിടെ വോട്ട് ചെയ്ത ജനങ്ങളും പ്രവർത്തിച്ച പ്രവർത്തകരും വളരെ നിരാശരാണ്. അപ്പോൾ കലാകാരന്മാരിൽ പാർട്ടിയോട് കമ്മിറ്റഡ് ആയിട്ടുള്ള, പാർട്ടി പ്രവർത്തകരെ കണ്ടാൽ അറിയുന്നൊരു കലാകാരനായിരിക്കണം. അതാണ് ശ്രീ രമേശ് പിഷാരടി. അതുകൊണ്ട് സ്ഥാനാർത്ഥി LDFന്റെ സ്ഥാനാർത്ഥി അങ്ങനെയല്ല, LDF സ്വതന്ത്രൻ അങ്ങനെയല്ല എന്നൊരു തോന്നുന്നു. അദ്ദേഹത്തിന് പാർട്ടിയുമായിട്ടോ ജനങ്ങളുമായിട്ടോ ബന്ധമുള്ള ആളല്ല.
അദ്ദേഹം കലാകാരനാണ്. അദ്ദേഹത്തിന്റെ കഴിവിനൊന്നും ഞാൻ താഴ്ത്തി കാണുന്നില്ല. പക്ഷേ ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ അതിന് തക്കവണ്ണമുള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിനില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ CPM-ന്റെ പ്രവർത്തകരന് ഇപ്പോൾ ഫീൽഡിലില്ല. അവിടെ മത്സരം പ്രത്യക്ഷത്തിൽ UDF-ഉം BJP ആയിട്ട് മാറിക്കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഡീലിന്റെ ചില ഭാഗങ്ങളാണ്. ചില അഘോരികളൊക്കെ ഇപ്പോൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അഘോരികൾ അവരുടെ വഴിക്ക് വിടണം. എന്താ പറയുക, അഘോരികളെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരരുത്. അവർക്ക് മറ്റ് ചിന്തകൾ പാടില്ല എന്നാണ്. ദൈവീയ ചിന്ത മാത്രമേ അഘോരികൾക്ക് പാടുള്ളൂ. അങ്ങനെയാണ് ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഉപേക്ഷിച്ച്, വസ്ത്രം പോലും ഉപേക്ഷിച്ച് ദൈവത്തിനെ ആരാധിക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് രാഷ്ട്രീയത്തിലെ ഇലക്ഷന് വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ അഘോരികളുടെ അടുത്ത് പോകരുത്. ആശ്രമത്തിലൊക്കെ പോകാൻ നമ്മളൊക്കെ പോകാറുണ്ട്. പക്ഷേ അഘോരികളുടെ ഒരു പ്രത്യേക രീതിയാണ്. ഞാനൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അഘോരികളുടെ അടുത്ത് രാജീവ് ചന്ദ്രശേഖരൻ പോയിട്ട് വോട്ട് ചെയ്യിക്കുന്നൊരു ഫിലി ഞാൻ കണ്ടു. അപ്പോൾ അഘോരികളെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചഴക്കരുത്. പരമശിവൻ തന്നെ അഘോരി രൂപം കൈക്കൊണ്ട് അതിൻ്റെ തത്വങ്ങൾ ഭക്തർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വോട്ട് ചോദിച്ചാൽ അവിടെ അഘോരികളുടെ അടുത്ത് പോകാൻ പാടില്ല. അതാണ് നിയമം. അഘോരികളെ വിവാഹത്തിലേക്ക് വലിച്ചഴക്കരുത്. എല്ലാം ശിവനിൽ അർപ്പിച്ചവരാണ് അഘോരികൾ. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഏതായാലും മലബാർ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയും പ്രചരണത്തിന് എത്തുമെന്നുള്ളൊരു ഇവിടുത്തെ ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് അദ്ദേഹം ഇവിടെ വന്നത്. അതുകൊണ്ടൊരു എങ്ങനെയാണ് ഇപ്പോൾ അവരുടെ പ്രോഗ്രാം എന്നറിയില്ല. രാഹുൽ ഗാന്ധി വന്നില്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഉണ്ടാവും. ദേശീയ നേതാക്കൾ എന്തായാലും ഉണ്ടാവും. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷയിൽ അങ്ങ് മുന്നോട്ട് പോവുകയാണല്ലോ. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥി ഉള്ളത്. ഇതാ വലിയ ചൂടാണ്. പക്ഷെ ആ ചൂടിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഇങ്ങനെ ആ തെരഞ്ഞെടുപ്പ് ചൂടിൽ ഇങ്ങനെ ആ ആവേശത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ സുനിഷ ഇല്ലു, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.